मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഇങ്ങനെ ചോക്ലേറ്റ് കട്ട് കഴിക്കരുത്. കഴിച്ചാലേ കല്ലല്ല വലിയ കല്ലെടുത്ത് തലയിലിടും. അവൻ അതും കഴിച്ചു കളയും. ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പമില്ല. എനി ഡൗട്ട്? രണ്ട് ഫ്രൂട്ട്സിന്റെ പേരെന്തിനാ പറയുന്നത്? ഒന്നുകിലും മുന്തിരി പറ, അല്ലെങ്കിൽ അത്തിപ്പഴം പറ. ഇപ്പൊ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കില്ല പ്ലീസ്. നമ്മൾ എന്തിനാ ഈ മരത്തിന്റെ മേലെ ചോക്ലേറ്റ് വെക്കുന്നത്? ന്യൂ ഇയർ അല്ലേ, ക്രിസ്മസിനെ ഡെക്കറേറ്റ് ചെയ്തു. ഇനിയിപ്പോ ന്യൂ ഇയറിന് ഇത് യൂസ് ആവുമല്ലോ. അതെ, മാഡം ന്യൂ ഇയറിന്റെ പാർട്ടി വെച്ചിരിക്കുന്നേ. ഇവിടെ ഒരു കുറവും ഉണ്ടാവരുത്. എനി ഡൗട്ട്? മാഡം, എല്ലാ ജോലിയും തീർത്തു. ഇപ്രാവശ്യത്തെ നിങ്ങളുടെ ന്യൂ ഇയർ പാർട്ടി ബെസ്റ്റ് ആയിരിക്കും. രാത്രി മുഴുവൻ പാർട്ടി ആഘോഷിക്കാൻ പോകുന്നു. എന്ത്? ഇല്ലില്ല, നോക്കൂ, എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അതെന്തിനാ മാഡം, 1-ാം തീയതി ലീവ് അല്ലേ? അതെ അതെ, പക്ഷെ എന്താ കാര്യന്നോ, രാവിലെ നേരത്തെ എഴുന്നേറ്റ് എനിക്ക് എക്സസൈസ് ചെയ്യണം. ഇതാണ് എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഓ, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വെച്ചാ എന്താ? ന്യൂ ഇയർ ദിവസം എല്ലാവരും ഒരു തീരുമാനം എടുക്കും. ആ വർഷം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഇതാണിപ്പോൾ ട്രെൻഡ്. നിങ്ങൾ 4 പേരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കണം. മാഡം പറഞ്ഞത് ശരിയാ. അതെ, പക്ഷെ നമ്മൾ എന്ത് റെസൊല്യൂഷൻ എടുക്കും? എന്റെ റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാ, ഞാൻ ഒരു റെസൊല്യൂഷനും എടുക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാ ഉള്ളത്. അല്ല, അങ്ങനെയൊന്നും പറ്റില്ല. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. അപ്പൊ എന്തെടുക്കും? ഞാൻ തീരുമാനിച്ചു. ഞാൻ ഈ വർഷം കുക്കിംഗ് പഠിക്കും. ഓക്കെ, ഞാൻ എപ്പോഴും സീരിയസ് ആയിരിക്കില്ലേ. ഇനി ഞാൻ കവിയാകാൻ പോവാ. ഞാനൊരു കഴുതയാണെന്ന് എല്ലാരും വിചാരിക്കുന്നത്. ഇനി ഞാനൊരു ബുദ്ധിശാലിയായ അറിവുള്ള കഴുതയായിട്ട് മാറാൻ പോവാണ്. ഞാൻ എല്ലാരെയും എക്സ്ട്രാ കെയർ എടുക്കും, സഹായിക്കും. കാരണം എല്ലാരും എന്നെ കെയർലെസ് എന്നാ വിചാരിക്കുന്നേ. എനി ഡൗട്ട്? നമുക്ക് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ കിട്ടി. ഫണ്ണി ഫണ്ണി. ജോർദാർ, എനിക്ക് വിശക്കുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യ്. ബണി ഉരുളക്കിഴങ്ങ് പൊറോട്ട ചെയ്യുന്നുണ്ട്. കുക്കിംഗ് കുക്കിംഗ്. ബണി താ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പാചകത്തിൽ നീ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഞാൻ ഹെൽപ്പ് ചെയ്യാം. താ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യും. വേണ്ട വേണ്ട, ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതൊക്കെ എപ്പോ പഠിക്കാനാ? പറഞ്ഞത് ശരിയാ. പഠിക്കുന്നതാണെങ്കിലും ശരി, തുമ്മുന്നതാണെങ്കിലും ശരി, എന്ത് കാര്യമായാലും മനുഷ്യൻ സ്വയം തന്നെ ചെയ്യണം. ഇപ്പൊ ഞാൻ ഇന്റലിജന്റ് ആയിട്ട് മാറിയല്ലോ. ഇന്റലിജന്റ്. അതെ, ഒന്ന് പുറത്തേക്ക് പോ, വല്ലാത്ത ഡിസ്റ്റർബൻസാ. അല്ല, ഇവൻ പൊറോട്ട ഉണ്ടാക്കണോ അല്ലെ രാജ്യത്തിന്റെ ബഡ്ജറ്റ് ഇടാണോ? എത്ര സമയമായി? ഒരു പക്ഷെ ഉരുളക്കിഴങ്ങ് പാടാൻ തുടങ്ങിയെന്തോ. ഐ എം സോ ഫണി അല്ലേ? സഹായിക്കാനുള്ള നേരം. ഞാൻ നിന്നെ സഹായിക്കാം. നീ എന്നെ സഹായിക്കാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാണോ?
2 മണിക്കൂറായി. അവസാനം ഞാൻ ആലു പൊറോട്ട ചെയ്ത് കഴിഞ്ഞു. അല്ല, വിഷയം ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. മണി, നീ ഒരു കാര്യം ചെയ്യും, മനുഷ്യരുടെ കഥ കഴിക്കുന്ന കോൺട്രാക്ട് എടുത്തോ. ഈ പൊറോട്ട കൊടുത്ത് അവരുടെ കഥ കഴിയും, പിന്നെ യാതൊരു തെളിവും ഉണ്ടാവില്ല. ഒരു പ്രശ്നമില്ല അനിയ. നീ ശ്രമിച്ചില്ലെങ്കിൽ എങ്ങനെ ഉരുളക്കിഴങ്ങ് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും? കറക്റ്റ് ആയിട്ടാണല്ലോ ചെയ്തത്. പിന്നെ എവിടെ പ്രശ്നം ഉണ്ടായത്? പൊറോട്ടയിൽ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇടാൻ പാടില്ല. വേവിച്ച് വേണം ചേർക്കാൻ. പിന്നെ മൈക്രോവേവിൽ ബേക്ക് ചെയ്യാൻ പാടില്ല. തവയിൽ നെയ്യ് ഒഴിച്ച് ചെയ്യണം. എന്ത് പാചകമാണെങ്കിലും അത് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് കൂട്ടുകാരെ. ആരെങ്കിലും വെള്ളം വാ. അല്ല, ഇതെന്ത് റെസൊല്യൂഷനാ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് റെസൊല്യൂഷൻ എടുത്തവൻ സ്വയം ഹെൽപ്പ് ചോദിക്കാ. സോറി ഗൈസ്, വരൂ നമുക്ക് പുറത്തു പോയി ലഞ്ച് കഴിക്കാം. ഇന്നത്തെ ലഞ്ച് ഞാൻ സ്പോൺസർ ചെയ്യാം. അയ്യോ, ഈ ക്യാമറ വർക്ക് ആകുന്നേ ഇല്ല. എന്ത് പറ്റി സ്വീറ്റി? ദാ നോക്ക്, ഈ ക്യാമറ വർക്ക് ആകുന്നില്ല. അതെയോ? ആ പ്രയോജനമില്ലാത്ത ക്യാമറയെ ജോലിയൊന്നും പറഞ്ഞു വിട്. ഇറ്റ്സ് നോട്ട് ഫണി സോർദാർ. അതെയോ? അല്ലെങ്കിൽ ഇതിന് 1 മാസം ട്രെയിനിങ്ങിന് അയക്ക്. ഇതും ജോലി പഠിക്കും. ഇതിന് ശേഷം നിന്റെ ജോക്സും നിന്റെ മോന്തയും എന്റെ മുമ്പിൽ കൊണ്ടുവരണ്ട കേട്ടോ. പിങ്കി, പിങ്കി, നിന്നെ കാരണം സ്വീറ്റി വരെ ദേഷ്യപ്പെട്ടു പോയടാ. സഹായിക്കാനുള്ള സമയം വന്നു. ദാ വന്നു ഞാൻ. ചേട്ടാ, നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. നന്ദിയുണ്ട്, നന്ദി. അവനെ നിർത്തൂ, പിടിക്കവനെ. അങ്ങോട്ടേക്ക് നോക്കൂ, അവനെ കാർ ഓടിച്ചോണ്ട് പോയി. ഈ കിളി കാർ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ കണ്ടതാ. ഇല്ല, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നതാ. എനി ഡൗട്ട്? ഇവനാണ് കള്ളനെ സഹായിച്ചതെന്ന് അവൻ തന്നെ സമ്മതിച്ചില്ലേ? ഒരാൾക്ക് സഹായം ആവശ്യമാണെങ്കിൽ മറ്റൊരാൾ ചെയ്യണമല്ലോ. ആണി വെച്ച് ടയർ പഞ്ചറാക്കി പഞ്ചറുകാരൻ സഹായിച്ചില്ലെങ്കിൽ പഞ്ചറുകാരനെ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും? അതെ അതെ, ഇന്ന് നിങ്ങളുടെ ഒരു കാറ് മോഷണം പോയി. നാളെ മറ്റൊരാളുടെ സഹായത്തോടെ നിങ്ങളുടെ എല്ലാ കാറും മോഷണം പോകും. എന്റെ അടുത്ത് കളിക്കാണോ നീ? അല്ല, നിങ്ങളുടെ മൂടി ശരിയാക്കി പൊപ്പറ്റിനെ സഹായിക്കാൻ നോക്കിയതാ. അങ്ങനെയാണെങ്കിൽ നീയും അവന്റെ കൂട്ടാളിയാണോ? അതെ അതെ. അപ്പൊ സ്റ്റേഷനിലേക്ക് വാ. ഹണി, അവര് ജോർദാറിനെ പോപ്പറ്റിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. ബാക്കിയുള്ളവരാ 2 പേരും. ജനങ്ങളിൽ ആർക്കും തന്നെ അവരെങ്ങോട്ടാ ജീവിതത്തിൽ പോകുന്നതെന്ന് ഒരറിവുമില്ല. പക്ഷേ ജോർദാറിനും പോപ്പട്ടിനും അവർ സ്റ്റേഷനിലേക്കാ പോകുന്നതെന്ന് അറിയാം. നിന്റെ ബുദ്ധി നിന്റെ അടുത്ത് വെച്ചോ. വാ, സ്റ്റേഷനിലേക്ക് പോവാ. അവരെ പുറത്തിറക്കണം. ഇൻസ്പെക്ടർ പാണ്ട, ഒന്നും സംസാരിച്ചു പോരുത്. എന്റെ കോൺസ്റ്റബിൾ കൈയും കളവോടെയാ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പിടിച്ചെന്ന് വെച്ച് അവർ കുറ്റം ചെയ്തു എന്നതിന് അർത്ഥമില്ല. ഹോളി ദിവസം എല്ലാവരുടെയും കയ്യിൽ കളർ ഉണ്ടാവും എന്ന് വെച്ച് അവർ കുറ്റം ചെയ്തു എന്നാണോ അർത്ഥം? പ്ലീസ് ഹണി, മണ്ടത്തരം പറയല്ലേ. അനിയ, നിങ്ങൾ ആഫ്റ്റർ അല്ല. സത്യം പറഞ്ഞ നിങ്ങൾ ഇൻസ്പെക്ടർ അല്ല. ഓ, എന്നെ കാണാൻ കോൺസ്റ്റബിൾ പോലെ ഉണ്ടോ നിനക്ക്? ഈ അല്ലല്ല, നിങ്ങളൊരു നല്ല മനുഷ്യനാ, അതെ, വളരെ നല്ലവർ. ഒരു ഉത്തമനാ. പ്ലീസ് പ്ലീസ് അവരെ വെറുതെ വിട്ടേക്ക്. ഒരിക്കലും പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാ, അവരെ വെറുതെ വിട്ടാൽ നിങ്ങളുടെ അനുഗ്രഹം തന്നെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ കമ്മീഷണർ ആകും. നിങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തി ഉണ്ടാവും. ഓക്കേ കോൺസ്റ്റബിൾ, അവരെ വിട്ടേക്ക്. താങ്ക്സ്. ഞാൻ കുക്കിംഗ് പഠിച്ചോണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി തരാം. അതെ അതെ, ബണി ഉണ്ടാക്കി തരും. അപ്പോഴേക്കും നിങ്ങൾ ആസ്പത്രിയിൽ ഒരു ബെഡ് ബുക്ക് ചെയ്തോളൂ. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കിടക്കാൻ പറഞ്ഞ ശാപം വിട്ടിട്ട് നീ നിന്ന് ചിരിക്കുന്നോടാ. ശാപത്തിനകത്തും ഒരു ആശംസയുണ്ട്. അതൊന്നും ഒരു ശാപമായി എടുക്കാതെ ഒരു ആശംസയായിട്ട് കണ്ടോ? പിന്നെ മരുന്നും കഴിക്കൂ. അണിയുടെ സംസാരം കേട്ട് നിങ്ങൾ മയങ്ങാൻ പോവാ. പ്ലീസ്, ഞാൻ മയങ്ങി പോവുന്നോ? ഞാൻ നിന്നെ അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട്. വാടാ ഇവിടെ. സഹായിക്കാനുള്ള സമയം വന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യാം. അല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്? പാണ്ടാ സാറിന് വേണ്ടി സഹായിക്കുന്നു. ഞാൻ മറ്റവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. എനി ഡൗട്ട്? ഈ ഒരു റെസൊല്യൂഷൻ കാരണം നീ കാറ് മോഷ്ടിക്കുന്നവനെ സഹായം ചെയ്ത് ഇത്രയും ദൂരം എത്തിയത്.
ഇതെന്താ സംഭവിക്കുന്നേ? നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. തണ്ണിമത്തൻ എങ്ങനെയാണോ വെയിലത്ത് വെച്ചാ ഉണങ്ങി പോകുന്നത്, അതുപോലെ തന്നെ പ്രോബ്ലങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും. എന്റെ തലച്ചോറ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കാ. സഹായിക്കാനുള്ള സമയം. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യും. നല്ല ടേസ്റ്റ് ഉള്ള ബ്രെയിൻ ഫ്രൈ ചെയ്ത് തരാം. എന്ത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ ബുദ്ധി പാതി ഫ്രൈ ആയിരിക്കാം. നീ മുഴുവനായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തു. ഇപ്പൊ എന്റെ ബ്രെയിൻ ഫ്രൈ ആയി പോയി. എന്റെ കോൺസ്റ്റബിൾ, ഇവന്മാരെ രണ്ടെണ്ണത്തിനെ പിടിച്ച് ജയിലിലിട്. സോറി. ഇൻസ്പെക്ടർ പാണ്ട, എന്തൊക്കെ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കൂ. ഇതൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ കാരണം ഉണ്ടായ സംഭവങ്ങളാ. എന്ത്? സാർ, ഞങ്ങൾ 4 പേരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിരിക്കുക. പോപ്പട്ട് എല്ലാവർക്കും സഹായിക്കുമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അറിയാതെ അവൻ കള്ളന് സഹായിച്ചതാ. ജോർദാർ ഫണ്ണി ആകണമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ അറിഞ്ഞില്ല ഫണ്ണി ആകുന്നതും മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതിലും വ്യത്യാസം ഉണ്ട് എന്ന്. അതെ, അവൻ എന്നെയും ദേഷ്യം കയറ്റി. പിന്നെ ഹണി ഒരു ബുദ്ധിജീവിനെ പോലെ ജീവിക്കണം എന്ന് തീരുമാനിച്ചു. ഇവൻ ബുദ്ധിജീവിനെ പോലെ സംസാരിച്ച എന്താ സംഭവിക്കുമെന്ന് മനസ്സിലായല്ലോ. തലച്ചോറ് ഫ്രൈ ആയി പോവും. കറക്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രൈ ആയതാ. പിന്നെ ഞങ്ങളെ ലോക്കപ്പിലേക്ക് ഇട്ടു. സാർ, കാറ് കട്ടവനെ പിടിച്ചു. അടിപൊളി. അവരെ ലോക്കപ്പിലേക്ക് ഇട്ടിട്ട് ജോർദാറിനും പോപ്പറ്റിനും പുറത്തിറക്കൂ. ഇല്ല, നിങ്ങൾ പുറത്ത് കള്ളന്മാർക്ക് ഹെൽപ്പ് ചെയ്യാണ്. ഞാൻ നിങ്ങളെ പോലെ സംസാരിച്ച് എല്ലാരെയും ഒരു വഴിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ന്യൂ ഇയർ കഴിയുന്നവരെ നിങ്ങൾ രണ്ടുപേരും ലോക്കപ്പിനകത്ത് കിടക്ക്. ഞങ്ങളെ വിട്ടേക്കോ. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ തെറ്റായിട്ടുള്ള റെസൊല്യൂഷൻ എടുത്തെന്ന്. ഓ, അതെ, ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അനുഭവിച്ചു. ഓക്കെ, അവരെ റിലീസ് ചെയ്തേക്ക്. ഞങ്ങളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ പോവാ. ഇനി മുതൽ ആർക്കും ഒരു ബാധിപ്പില്ലാത്ത രീതിയിലെ റെസൊല്യൂഷൻ എടുക്കുള്ളൂ എന്ന്, അല്ലെങ്കിൽ ഒട്ടും എടുക്കില്ല. ഈ റെസൊല്യൂഷൻ തന്നെ ഞാൻ രാവിലെ എടുത്തത്. പക്ഷെ നിങ്ങൾ അതിനെ കളിയാക്കിയില്ലേ? തെറ്റ് ഞങ്ങളുടെതാ. ചിലപ്പോ ഒക്കെ കഴുതുകൾ വരെ നല്ല ബുദ്ധിയോടെ സംസാരിക്കില്ലേ. അത് പറയുന്നത് നമ്മൾ കേട്ടോളാം. എനി ഡൗട്ട്? Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.